നിങ്ങൾ ഈ 3 സ്റ്റാർ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ചിട്ടാണ്. ലോകത്തിലെ ആഡംബരത്തിൻ്റെ അവസാനത്തെ വാക്കുന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഈ ഹോട്ടലിലുള്ള ഏറ്റവും ചെറിയ മുറിയിൽ ഒരു ദിവസം നമ്മൾ താമസിക്കണമെങ്കിൽ നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക 1 ലക്ഷം രൂപയോളമാണ്. അതുപോലെ തന്നെ ഇതിലെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഡംബരങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ മുറി നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന തുക 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ്. ഇതിന് മാത്രമൊക്കെ എന്താണ് ഈ ഒരു റൂമിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ ഉള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ലോകത്തിലെ തന്നെ ആഡംബരത്തിൻ്റെ അവസാനത്തെ വാക്കുന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് ദുബായിയുടെ തന്നെ ഒരു അടയാളം എന്ന രീതിയിലാണ് പൊതുവെ വിശേഷിപ്പിച്ച് വരുന്നത്. 1994 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിക്കുന്നത്. മൊത്തം 202 റൂമുകളുള്ള ഈ ഒരു ബിൽഡിങ്ങിന് 56 നിലകളാണുള്ളത്. ഈ 56 നിലകളുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മറ്റൊരു സവിശേഷത കൂടി ഇതിൽ കിടക്കുന്നുണ്ട്. ഈ 56 നിലകളിൽ 3 നിലകൾ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. എന്തുകൊണ്ട് ആഡംബരത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ആഡംബരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു ഹോട്ടലാണെന്ന രീതിയിലൊക്കെ ബുർജ് അൽ അറബിനെ വിശേഷിപ്പിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ബുർജ് അൽ അറബിലുള്ള ഒരു റൂം ഇപ്പോൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് നേരെ അവിടെ പോയിട്ട് ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആദ്യം അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് റോൾസ് റോയ്സ് കാർ വേണോ അതോ BMW കാർ വേണോ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് എന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ തന്നെ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം റോൾസ് റോയ്സ് കാറുകളാണ് ഈ ഒരു ഹോട്ടലിൻ്റെ അധികൃതർ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ റോൾസ് റോയ്സ് കാറിനെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഓരോ റോൾസ് റോയ്സ് കാറിൻ്റെയും വില ഏകദേശം 10 കോടി രൂപയോളം വരും. അത്തരത്തിൽ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ള നിറമുള്ള റോൾസ് റോയ്സ് കാർ കൈവശം വെച്ച ആളുകൾ എന്ന രീതിയിലുള്ള ഒരു റെക്കോർഡ് കൂടെ ഈ ഒരു ഹോട്ടലിൻ്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മളിവിടെ ഈ ഒരു ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നത്, നിങ്ങൾ റോഡ് വഴിയാണോ ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നത് അതോ എയർ വഴിയാണോ നിങ്ങൾ പ്രവേശിക്കുന്നത് എന്നായിരിക്കും. എങ്ങനെയാണ് എയർ വഴി അല്ലെങ്കിൽ കാറ്റ് വഴി എങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയാണ് ഹെലികോപ്റ്റർ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ പോലും ദുബായ് എയർപോർട്ടിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നമുക്ക് ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിൽ പോയിട്ട് ലാൻഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഹോട്ടലിലെ മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നത്, ദുബായിയുടെ മണ്ണിലല്ല ഈ ഒരു ഹോട്ടൽ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു ദ്വീപ് കെട്ടിയുണ്ടാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ദ്വീപ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് 200-300-ലധികം വരുന്ന കോൺക്രീറ്റ് പില്ലേഴ്സ് ഉപയോഗിച്ചിട്ട് കടലിൽ നിന്നും 3 വർഷ കാലയളവ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ വരെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷമുള്ള 3 വർഷക്കാലം കൊണ്ടായിരുന്നു പിന്നീട് മൊത്തം ഈ ഒരു ബിൽഡിംഗ് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐലൻഡിലാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി ഒരു ഹോട്ടലുണ്ട്. ലോകത്തിൽ തന്നെ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സ്കൈ സ്ക്രാപ്പറാണ് നമ്മുടെ ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടൽ. ഇതോടുകൂടെ തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി ഒരു ഹോട്ടലിനുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഉയരം കൂടിയിട്ടുള്ള 7ാമത്തെ ബിൽഡിംഗ് ആണ് ഈ ബുർജ് അൽ അറബ്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐലൻഡിൽ ഒരു ദ്വീപിലാണ് ഈ ഹോട്ടൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ലാൻഡിനെയും ഈ ഒരു ഐലൻഡിനെയും കൂടെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാലം കൂടെ ഇവിടെ ഉണ്ട്. ഈ പാലത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നത് 2 ആളുകൾക്കാണ്. ഒന്നാമത് ഈ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, രണ്ടാമതായിട്ട് ഈ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ. ഈ 2 ആളുകൾക്ക് മാത്രമേ ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതും ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകളായിരിക്കും. ഇനി ഇത്തരത്തിൽ ഒരാൾ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി ഹോട്ടലിൻ്റെ അധികൃതർ ആളെ പിക്ക് ചെയ്തിട്ട് നേരെ ഹോട്ടലിൽ കൊണ്ടുവരികയാണ്. അയാൾ ഹോട്ടലിലേക്ക് നേരെ പ്രവേശിക്കുമ്പോൾ ഹോട്ടലിൻ്റെ ലോബിയിൽ തന്നെ അയാൾ ആദ്യം കാണുന്നത് അയാൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരുപാടധികം പൂക്കൾ കൊണ്ട് അവിടെ മുഴുവൻ അലങ്കരിച്ചിട്ടുള്ളതായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക ഇത് മുഴുവൻ അറബ് ലോകത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസിൽ ഉണ്ടാവുന്ന പൂക്കളായിരിക്കും എന്നുള്ളതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് 6 മുതൽ 7 രാജ്യങ്ങളിൽ നിന്ന് വരെയാണ് ഇത്തരത്തിൽ ഈ ഒരു ലോബി അതുപോലെ തന്നെ അതിൻ്റെ പ്രവേശന ഭാഗങ്ങളിൽ മുഴുവൻ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ തായ്ലൻഡ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇവർ ഈ പൂക്കൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ റിസപ്ഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തം 60 റിസപ്ഷനുകളാണ് പല നിലകളിലായിട്ട് ഈ ഒരു ഹോട്ടലിലുള്ളത്.
ഇത്തരത്തിൽ നമ്മൾ ഹോട്ടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഫ്ലോറിലും അതുപോലെ തന്നെ ചുമരിലും കസേരകളുടെ ഭാഗത്തായിട്ടും ടിവിയുടെ ഭാഗത്തായിട്ടും ഒക്കെ ഒരുപാട് സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഇതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് മുഴുവനും പെയിന്റുകൾക്ക് അപ്പുറത്തേക്ക് മുഴുവനും സ്വർണ്ണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുക. അത്തരത്തിൽ ഹോട്ടലിന്റെ കാര്യം നോക്കുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് സ്വിമ്മിംഗ് പൂളുകളിലായിട്ടും അതുപോലെ തന്നെ ബാത്റൂമുകളിൽ ടൈലായിട്ടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഈ ഹോട്ടലിൽ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മൊത്തം തുക നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അത് $200 ആണ്. അത് നമ്മൾ നേരെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 15,000 കോടി രൂപയോളമാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കേണ്ടി വന്നിട്ടുള്ള തുക. ഇനി ഇത്തരത്തിലൊരു വ്യക്തി അവിടെ റിസപ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നമ്മളോട് ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള പില്ലോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നായിരിക്കും. അവിടെ മൊത്തം 17 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പില്ലോസ് നമുക്ക് അവിടെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ 1 ലക്ഷത്തിൻ്റെ ഏറ്റവും ചെറിയ മുറി എടുക്കുന്ന ആൾക്ക് മുതൽ അതുപോലെ തന്നെ 16 ലക്ഷം മുതൽ 20 ലക്ഷം വില വരുന്ന ഏറ്റവും അധികം ആഡംബരങ്ങൾ നിറഞ്ഞിട്ടുള്ള മുറി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് വരെ ഇത്തരത്തിലുള്ള 17 പില്ലോസിൽ ഏത് പില്ലോ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവർ നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബട്ട്ലറെ നിയമിക്കുന്നതായിരിക്കും. നമ്മുടെ പെട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഈ ബട്ട്ലർ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ആ റൂമിനകത്ത് ഈ 1 ലക്ഷത്തിൻ്റെ ഏറ്റവും ചെറിയ മുറിയാണെന്നെങ്കിൽ പോലും ആ റൂമിനകത്തുള്ള ബെഡും അതുപോലെ തന്നെ അവിടെയുള്ള ഓരോരോ കാര്യങ്ങളും ആ ഒരു ബട്ട്ലർ വിശദീകരിച്ച് തരാൻ വരെ അദ്ദേഹത്തിന് 30 മിനിറ്റ് സമയമെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അധികം ലക്ഷറിയസ് ആയിട്ടുള്ളതായിരിക്കും ഈ 1 ലക്ഷം രൂപയുടെ അവിടെയുള്ള ഏറ്റവും ചെറിയ മുറി വരെ. അതിനുശേഷം ഈ ബട്ട്ലർ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിർവഹിച്ച് തരാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും നമ്മുടെ മുറിക്ക് പുറത്തായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഹോട്ടലിലെ ഫുഡിന്റെ ഭക്ഷണത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ മുഴുവനായിട്ടും ഒരു ബൊഫേ സിസ്റ്റത്തിലായിരിക്കും ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിയമിച്ചിട്ടുള്ള ഷെഫുകൾ മുഴുവനും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷെഫുകൾ എന്ന രീതിയിൽ പേര് കേട്ടിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കും ഈ ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇനി റെസ്റ്റോറൻറ്റുകളുടെ കാര്യം നോക്കുമ്പോൾ മൊത്തം 6 റെസ്റ്റോറൻറ്റുകളാണ് ഈ ഒരു ഹോട്ടലിലുള്ളത്. അതിൽ ഒരു റെസ്റ്റോറൻറ്റ് സീ വ്യൂ ആസ്വദിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ബുർജ് അൽ അറബിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അതിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അണ്ടർഗ്രൗണ്ടിലായിട്ടാണുള്ളത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഈ ഒരു ദ്വീപിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് എന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള ആ ഒരു കടലിന്റെ മുഴുവൻ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 56 നിലകളുള്ളതിൽ നിന്നും 3 നിലകൾ ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ടിലായിട്ടാണുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കടലിന് നടുവിൽ പോയി കിടന്നുറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഈ ഒരു റൂം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ കടലിന്റെ മുഴുവൻ വ്യൂ ആസ്വദിച്ചുകൊണ്ട് മീനുകൾ ഇങ്ങനെ പോകുന്നതൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിടക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ കിടക്കുന്ന ഈ ഒരു ബെഡിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് മുഴുവനും റൊട്ടേറ്റിംഗ് ബെഡുകളായിരിക്കും. ആ ബെഡിന് അടുത്തുള്ള സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ബെഡ് മുഴുവനായിട്ടും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളുടെ കാര്യം പറഞ്ഞു. 6 റെസ്റ്റോറൻറ്റുകൾ ഉള്ളതിൽ 6 വ്യത്യസ്ത തരത്തിൽപ്പെടുന്നതാണ്. അതായത് ഒന്ന് ചൈനീസ് റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ മറ്റൊന്ന് അറേബ്യൻ റെസ്റ്റോറൻറ്റ് ആയിരിക്കും, മറ്റൊന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ആ രീതിയിലാണ് ഈ റെസ്റ്റോറൻറ്റുകളുടെ കാര്യമൊക്കെ പോകുന്നത്. ഒരു ഹോട്ടലിൽ എന്തൊക്കെ സർവീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോട്ടലിൽ ഉള്ളത് എന്നതിനെ നോക്കിയിട്ടാണ് ആ ഹോട്ടലിന് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. ലോകത്തിൽ തന്നെ ഇന്നേ വരെ 5 സ്റ്റാർ റേറ്റിംഗുകളുള്ള ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റാറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റേറ്റിംഗ് ഉള്ള ഹോട്ടലുകളൊന്നുമില്ല. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിന് മാത്രം 7 സ്റ്റാർ കിട്ടിയത് അല്ലെങ്കിൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ എന്ന രീതിയിൽ ഒരു ഹോട്ടൽ മാറിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ ഒരുപാടധികം സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് താമസിക്കാറുണ്ട്. അത്തരത്തിൽ തന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി, ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ളൊരു സെലിബ്രിറ്റി ഈ ഒരു ഹോട്ടലിൽ താമസിക്കുകയും അയാൾ ഇവിടെ നിന്ന് തിരിച്ചു പോയതിനു ശേഷം ലണ്ടനിലെ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ഹോട്ടലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ മുഴുവൻ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണ 5 സ്റ്റാർ ഹോട്ടലുകളുമായിട്ട് ഒരിക്കലും ഈ ഒരു ഹോട്ടലിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. സാധാരണ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 7 സ്റ്റാർ ഹോട്ടൽ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണെന്നായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തോട് കൂടിയിട്ടാണ് ലോകത്തിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽ അതുപോലെ തന്നെ 7 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടൽ എന്ന രീതിയിലൊക്കെ ബുർജ് അൽ അറബ് മാറിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. നിങ്ങൾക്കെങ്ങാനും ഇത്തരത്തിൽ ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലിൽ താമസിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് നിങ്ങൾ അവിടെ പോയി താമസിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.